വന്നതിന് ശേഷമാണ് നമ്മളൊരു ഹോൾ വീഡിയോ ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ച് മീഷോ ഹോൾസ് ഒന്നും അത്ര അധികം ഞാൻ ചെയ്യാറില്ല. അപ്പോൾ എന്താണ് ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആട്ടോ. അതിന് പുറമെ നമ്മൾ എല്ലാ ഡ്രസ്സും 500 ബിലോ ഉള്ള ഡ്രസ്സുകളാണ് നമ്മൾ ഇന്നത്തെ ഹോൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കുറേ ഡ്രസ്സ് കേട്ടോ, ഒരു 8 ഡ്രസ്സോളം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് കുർത്തകളിൽ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് വേണ്ട ഈ ഒരു യെല്ലോ, ബ്യൂട്ടിഫുൾ യെല്ലോ കുർത്തയാണ് കേട്ടോ. എന്ത് ഭംഗിയാണെന്ന് അറിയാം ഈ ഒരു കുർത്ത കാണാൻ വേണ്ടിയിട്ട്. നല്ല എന്താ പറയുക, എംബ്രോയിഡറി ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കോട്ടൺ കുർത്തയാണ് കേട്ടോ. അത്യാവശ്യം നമുക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഓഫീസ് വെയർ ആയിട്ട് കോളേജ് വെയർ ആയിട്ട് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു കുർത്തയാണ്. പ്രത്യേകിച്ച് യെല്ലോ കളർ എൻ്റെ ഫേവറേറ്റ് കളറാട്ടോ. ഈ സെയിം ഇവിടെ ഈ എന്താ പറയുക, ഈ ഒരു ഭാഗത്ത് നിറച്ച എംബ്രോയിഡറിയാണ് വരുന്നത്. അതുപോലെ തന്നെ ആ എംബ്രോയിഡറി തന്നെ കൈയിൻ്റെ മുകളിൽ വരുന്നുണ്ട് കേട്ടോ. മെഷീൻ എംബ്രോയിഡറിയാണ് വരുന്നത്. യെല്ലോയില് ഒരു വൈറ്റ് കളർ ഇങ്ങനെ ഇങ്ങനെ നൂലിന്റെ ഡിസൈൻ പോലത്തെ ഡിസൈനാണ് കേട്ടോ വരുന്നത്. നല്ല നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള അടിപൊളി ഡ്രസ്സാട്ടോ. അപ്പോൾ ഇത് ആ ഫോട്ടോയിൽ കാണുന്നതിനെ അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടി ബ്രൈറ്റ്നെസ് കുറവാണ്. ഫോട്ടോയിൽ നല്ല ബ്രൈറ്റ് യെല്ലോ ആയിട്ടാണ് തോന്നുന്നത്. ഇതിന്റെ ബ്രൈറ്റ്നെസ് കുറച്ച് കുറവാണെങ്കിലും യെല്ലോ കളർ കേട്ടോ, ഒരു മസ്റ്റാർഡ് യെല്ലോ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു യെല്ലോ ഉണ്ടോ ഈ ഒരു കളർ വന്നിട്ട്. ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇപ്പോൾ 258 രൂപയ്ക്കാണ് കിടക്കുന്നത്. ഞാൻ വാങ്ങുന്ന സമയത്ത് 281 അങ്ങനെ എന്തോ ആയിരുന്നു ഇതിന്റെ റേറ്റ് ഉണ്ടായിരുന്നത്. സൈസ് വന്നിട്ട് എസ് മുതൽ XXL വരെ, സ്മോൾ മുതൽ XXL വരെയുള്ള സൈസുകൾ അവൈലബിൾ ആണ്. അപ്പോൾ കുറച്ച് വലിയവർക്കൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഞാൻ എടുത്ത സൈസ് ലാർജ് ആണ്. ഇതാണ് ഫസ്റ്റ് വൺ. അപ്പോൾ സെക്കൻഡ് വൺ വന്നിട്ട് ഈ ഒരു കുർത്തയാണ്. എന്താണ് ടൈ ആൻഡ് ഡൈ പാറ്റേണിൽ വരുന്ന ഒരു കുർത്തയാണ് കേട്ടോ. ഓറഞ്ചും വൈറ്റും മിക്സ് ആയിട്ടുള്ള ഒരു ടൈ ആൻഡ് ഡൈ പാറ്റേൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സൈഡിൽ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. പക്ഷെ ഇതിന്റെ ക്വാളിറ്റി അത്ര പോലെ കേട്ടോ. ഇപ്പോൾ 279 രൂപയ്ക്കാണ് കിടക്കുന്നത്. 279 രൂപയ്ക്ക് വേർത്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ വാങ്ങിയതിൽ വെച്ചിട്ട് എനിക്ക് അത്ര വേർത്തായിട്ട് തോന്നുന്നില്ല. അത്ര ഒരു ഭംഗിയില്ല കേട്ടോ. പക്ഷെ നമുക്ക് ഡെയിലി വെയറിനൊക്കെ, അതായത് വീട്ടിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുർത്തയൊക്കെ നോക്കുകയാണെങ്കിൽ പറ്റും. കാരണം കംഫർട്ട് ആയിട്ടുള്ള മെറ്റീരിയലാണ്, നല്ല സുഖമുള്ള മെറ്റീരിയലാണ്. പക്ഷെ പുറത്തേക്കൊക്കെ ഇട്ട് പോകാൻ പറ്റുമോ ചോദിച്ചാൽ എനിക്ക് അത്ര അങ്ങോട്ട് തോന്നുന്നില്ല. രസമുണ്ട്, കാണാനൊക്കെ ഭംഗിയുണ്ട്. പക്ഷെ എനിക്ക് അത്ര ഒരു ഇഷ്ടം അങ്ങോട്ട് തോന്നിയില്ല കേട്ടോ. ഇട്ട് കഴിഞ്ഞപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു ഇഷ്ടം തോന്നിയിട്ടില്ല. പക്ഷെ എൻ്റെ പോലെ ആയിരിക്കല്ലോ അല്ലേ എല്ലാവരും ചിന്തിക്കുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവാം, എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. പക്ഷെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോത്ത് ആണ്. 3/4 സ്ലീവ് ആണ്, ഇങ്ങനെ ഹൈനെക്കാണ് വരുന്നത്. എന്താ പറയുക, സൈസ് വന്നിട്ട് ഞാൻ എടുത്തത് ലാർജ് ആണ്. പക്ഷെ കുറച്ച് ടൈറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ സൈസിനേക്കാളും 1ഓ 2ഓ സൈസൊക്കെ വലുത് എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ മീഡിയം എടുക്കേണ്ട ആൾ ലാർജ് എടുത്തിട്ട് എനിക്ക് ടൈറ്റ് അല്ല, കറക്റ്റ് ഫിറ്റ് ആണ്. വേണമെങ്കിൽ ഒരു സൈസും കൂടി എക്സ്ട്രാ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി സുഖമായിട്ട് കിടക്കുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇത് കുറച്ചിങ്ങനെ ബോഡി ഹഗ് ചെയ്തിട്ട് കിടക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അത്ര കംഫർട്ടബിൾ അല്ല ഇതിൽ. ഇതിന്റെ സൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മീഡിയം മുതൽ 6XL വരെയുള്ള സൈസിൽ അവൈലബിൾ ആണ് കേട്ടോ. 6 എക്സ്ട്രാ ലാർജ്. അപ്പോൾ കുറേ വലിയ ആൾക്കാർക്ക്, അത്രയും നല്ല തടിയുള്ള ആൾക്കാർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരു കുർത്ത. അത് എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. 279, 80, അതായത് 300 ബിലോ ആകുമ്പോൾ ഇത്രയും സൈസിൽ, അതായത് 6XL സൈസിലൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കുറച്ച് ഓവർ സൈസിലായിട്ടുള്ള ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ ഇത്. ഇതിന്റെ ഫാബ്രിക് വന്നിട്ട് റയോൺ ഫാബ്രിക് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, റയോൺ ഫാബ്രിക് കുറച്ചൊക്കെ കംഫർട്ടബിൾ ആയിരിക്കും നമുക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഈ അത്ര ചൂടൊന്നും തോന്നില്ല, എന്നങ്ങനെ ഒഴുകി കിടക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ഫാബ്രിക് ആണ് റയോൺ ഫാബ്രിക് ഉണ്ടാവുക. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, സംഭവം ഫാബ്രിക് അടിപൊളിയാണ്. പക്ഷെ എന്തോ പേഴ്സണലി എനിക്ക് അത്ര ഇഷ്ടമായില്ല. പക്ഷെ ഈ കളറൊക്കെ എനിക്ക് ഇഷ്ടമാവേണ്ടതാണ്. ഈ കളറൊക്കെ എനിക്ക് ഇഷ്ടമായി, ഈ ഒരു പാറ്റേൺ എനിക്ക് ഇഷ്ടമായി, എല്ലാം ഇഷ്ടമായി. പക്ഷെ എന്തോ ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് അത്ര ഇഷ്ടമായില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് വൺ. ഇനി നമുക്ക് തേർഡ് വൺ നോക്കാം കേട്ടോ. തേർഡ് വൺ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കുർത്തയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല കളറാണ്, അടിപൊളിയാണ്. പാറ്റേൺ ഒക്കെ സൂപ്പറാണ്. ഈ നെക്കിന്റെ ഭാഗത്തെ ഡിസൈനൊക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല ഒരു മിറർ വർക്ക് പോലെ, മിററല്ല പക്ഷെ മിറർ വർക്ക് പോലെ തോന്നിപ്പിക്കുന്ന ഡിസൈനാണ് ഉള്ളത്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ടൈറ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് ഇട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, നല്ല ടൈറ്റ് ആണ്. നമ്മൾ ലാർജ് എടുത്താൽ പോലും എനിക്ക് വേണമെങ്കിൽ XXL ഒക്കെ വേണ്ട, അത്രയും ടൈറ്റ് ആണ് കേട്ടോ. അതായത് മീഡിയം എടുക്കേണ്ട ആൾക്കാരാണെങ്കിൽ ഒരു XXL 2 സൈസൊക്കെ എക്സ്ട്രാ എടുത്താൽ മാത്രമേ നമുക്കിത് ഫിറ്റായി കിട്ടാൻ വേണ്ടിയുള്ള ചാൻസ് ഉള്ളൂ. എനിക്കിത് ഭയങ്കര ടൈറ്റാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിട്ട്. നല്ല രസമുള്ള നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സാണ്. പക്ഷേ സൈസ് കുറച്ച് ചെറുതാണ്, പാകമാവുന്നുണ്ട് കേട്ടോ. പക്ഷെ ഭയങ്കര ടൈറ്റായിട്ടാണ് കിടക്കുന്നത്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ ഇത് കണ്ടില്ലേ, ഇത്
ഇതിന്റെ ഇവിടുത്തെ ഈ ഒരു വർക്ക് ഉണ്ടല്ലോ, ഈ ഒരു വർക്ക് കൈയിന്റെ മുകളിലും ഉണ്ട് കേട്ടോ, ചെറുതായിട്ടുള്ള വർക്ക് ഉണ്ട്. മിറർ വർക്ക് അല്ല, എന്നാൽ മിറർ വർക്ക് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സിൽവർ കളർ അങ്ങനത്തെ ഒരു വർക്ക് കൈയിന്റെ മുകളിലുണ്ട്. 3/4 ആണ് സ്ലീവ് വരിക. പിന്നെ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള പ്രിന്റഡ് ഫാബ്രിക് ആട്ടോ. എനിക്ക് ഇത് സംഭവം ഇതിന്റെ മെറ്റീരിയൽ ആണെങ്കിലും പ്രിന്റ് ആണെങ്കിലും ഈ വർക്ക് ആണെങ്കിലും ഇതിന്റെ കളർ ആണെങ്കിലും ഒക്കെ എനിക്ക് ഇഷ്ടമായി. പക്ഷെ സൈസ് മാത്രം കുറച്ച് കുറവാണ്. സൈസ് കുറവായതുകൊണ്ട് എന്താ പറയാ, ഞാൻ ഇട്ടിട്ട് എനിക്ക് അത്ര ഇങ്ങോട്ട് ഒരു സുഖം തോന്നിയില്ല. പക്ഷെ നല്ല ഭംഗി കിട്ടോ, നല്ല ഭംഗിയുള്ള ഡ്രസ്സാണിത്. നല്ല കളർ, ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എടുത്തത് ഫുള്ളിങ്ങനെ കുറച്ച് ബ്രൈറ്റ് ആയിട്ട് യെല്ലോ, ഗ്രീൻ, ഓറഞ്ച്, പിങ്ക് ഇങ്ങനത്തെ കളറൊക്കെ അല്ല എടുത്തത്. കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സാണ് ഇതൊക്കെ. പക്ഷെ രസമുണ്ട്. പക്ഷെ എനിക്ക് എന്തോ ടൈറ്റായി പോയി. എനിക്ക് നല്ല, നിങ്ങൾ എടുക്കുകയാണെങ്കിൽ എടുത്തോളൂ, എടുക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എടുത്തിട്ടുണ്ടെങ്കിൽ 2 സൈസ് എക്സ്ട്രാ ഉള്ള സൈസ് എടുക്കുകയായിരിക്കും നല്ലത്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 262 രൂപയാണ് കേട്ടോ. 262 രൂപയാണ്. 262 രൂപയ്ക്ക് കുഴപ്പമൊന്നും തോന്നില്ല കേട്ടോ, നല്ലതാണ്. ഇനി സൈസ് നമുക്ക് എക്സ്ട്രാ സ്മോൾ മുതൽ XXL വരെയുള്ള സൈസുകളിൽ ഇത് അവൈലബിൾ ആണ്. അതും അടിപൊളിയാട്ടോ സൈസ്. പക്ഷെ XXL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലാർജ് സൈസ് വരെയൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ മീൻസ് നോർമൽ സൈസ് പറയുകയാണെങ്കിൽ ഒരു ലാർജ് സൈസ് വരെയൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് എക്സ്ട്രാ സ്മോൾ മുതൽ XXL സൈസ് വരെ ഇത് അവൈലബിൾ ആണ്. ഫാബ്രിക് വന്നിട്ട് റയോൺ തന്നെയാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണെന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. റയോൺ തന്നെയാണ് ഇതിന്റെ ഫാബ്രിക് വന്നത്. ഇനി വെറും 189 രൂപ റേറ്റ് വരുന്ന ഒരു നല്ല ഭംഗിയുള്ള കുർത്തിയാണ് ഇത്. കണ്ടില്ലേ, നല്ല രസമുണ്ട്. പക്ഷേ ഈ ചൂടുകാലത്ത് അത്ര സുഖം ഉണ്ടാവില്ല കേട്ടോ ഇടുമ്പോൾ. രസമുണ്ട്. കളറൊക്കെ നല്ലൊരു എന്താ പറയാ, ഒരു ഓണിയൻ ബേബി പിങ്ക് അല്ലെങ്കിൽ ഒരു ഓണിയൻ കളർ ഉണ്ടാവില്ല, അങ്ങനത്തെ കളറാണിത്. രസമാണ്. പക്ഷെ മെറ്റീരിയൽ വന്നിട്ട് ക്രീപ്പ് മെറ്റീരിയൽ ആട്ടോ. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ക്രീപ്പ് ഭയങ്കര ചൂടെടുക്കുന്ന മെറ്റീരിയലാണ്. എന്നാലും അത്യാവശ്യമൊക്കെ നമുക്ക് ഇടാട്ടോ, വലിയ ചൂടെടുക്കൊന്നുമില്ല. ഇങ്ങനെ മേല് ഇങ്ങനെ ഒട്ടി കിടക്കുന്നതുകൊണ്ട് തന്നെ അത്ര വലിയ ചൂടെടുക്കാനൊന്നും ചാൻസ് ഇല്ല. പക്ഷെ ക്രീപ്പാണ് മെറ്റീരിയൽ. അത്യാവശ്യം നന്നായിട്ട് വേർക്കുന്ന ആൾക്കാരൊന്നും എടുക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇനി ചൂടുകാലമാണ് വരാൻ പോകുന്നത്. അപ്പൊ അത്യാവശ്യം വേർക്കുന്നവർ എടുക്കണ്ട. പക്ഷെ അല്ലാത്തവർക്ക് എന്തായാലും എടുക്കാട്ടോ. നല്ല രസമുള്ള, നല്ല ഭംഗിയുള്ള വെറും 189 രൂപയ്ക്ക് ഈ ഒരു ഡ്രസ്സ് കിട്ടുന്നത് എനിക്ക് അടിപൊളിയായിട്ട് തോന്നിട്ടോ. നല്ലതാണ്, എനിക്ക് നല്ല ഇഷ്ടമായി സംഭവം. ക്രീപ്പാണ് മെറ്റീരിയൽ എന്നുള്ളതാണ് ആകെ എനിക്ക് തോന്നുന്ന ഒരു എന്താ പറയാ, ഒരു നെഗറ്റീവ് കാര്യം. എന്നാലും ഓക്കെയാണ് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതിന്റെ സൈസ് വന്നിട്ട് സൈസ് പക്കയാണ്. ഞാൻ ലാർജ് എടുത്തിട്ടുണ്ടായിരുന്നു. ലാർജ് എനിക്ക് ഓക്കെയാണ്, മീൻസ് കറക്റ്റ് ഫിറ്റ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ കുറച്ച് ലൂസൊക്കെ ആയിട്ട് ഇറക്കണം എന്നുണ്ടെങ്കിൽ ഒരു സൈസ് എക്സ്ട്രാ എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ല എന്താ പറയാ, ഓക്കെ ഫിറ്റ് ആയിട്ട് തന്നെ കിടക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ലാർജ് എടുത്തത് ഇത് ഓക്കെയാണ് കേട്ടോ. ഇതിന്റെ സൈസുകൾ സ്മോൾ മുതൽ XXL സൈസ് വരെയുള്ള സൈസുകൾ അവൈലബിൾ ആണ്. സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ആണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് കാണാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പക്ഷെ കംഫർട്ടബിൾ ആവില്ല എന്ന് തോന്നുന്നു ഈ ചൂടുകാലത്ത്, അത്രേ ഉള്ളൂ. ഇനി ഇന്നത്തെ പർച്ചേസിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കുർത്തിയാണ് ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഭംഗിയുണ്ട്, നല്ല കംഫർട്ടബിൾ ആണ്, നല്ല കളറാണ്, നല്ല പാറ്റേൺ ആണ്, എല്ലാം അടിപൊളിയാണ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഡീറ്റെയിൽസ് പറയാം. ഇത് കണ്ടില്ലേ, ഇതുപോലുള്ള ഒരു ഡ്രസ്സാണ്. നെക്ക് വന്നിട്ട് ഇങ്ങനെ ഹൈ നെക്ക് പോലത്തെ നെക്കാണ്. അതുപോലെ ഇവിടെ ഇങ്ങനെ ഒരു മിറർ വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കഴുത്തിന്റെ ഒരു സൈഡിൽ നിന്ന് ഞാൻ തുടങ്ങി, കഴുത്തിന്റെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി താഴത്തോട്ട് പോകുന്ന ഒരു മിറർ വർക്ക് വരുന്നുണ്ട്. ഏകദേശം ഇത്ര നീളത്തിലാണ് മിറർ വർക്ക് പോകുന്നത്. അതുപോലെ തന്നെ സെയിം മിറർ വർക്ക് കൈയിന്റെ മുകളിൽ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ കണ്ടില്ലേ, നമ്മളിങ്ങനെ ഇതാണ് ഇങ്ങനെ മടക്കി വെച്ചിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വരുന്നത്. അപ്പൊ കൈയിന്റെ ഒരു സൈഡിലായിട്ട് ഈ സെയിം മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട്. പച്ചയും പിങ്കും ലൈറ്റ് പച്ചയും ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ഇതിന്റെ ഈ അറ്റത്തായിട്ട്, അതായത് കഴുത്തുനിന്ന് ഇങ്ങനെ ഒരു ഇത് പോകണ്ടെന്ന് പറയില്ലേ, അതിന്റെ അറ്റത്തായിട്ട് ഒരു ടാസിലുണ്ട്. എല്ലാം കൊണ്ടും അടിപൊളിയാണ്, നല്ല കംഫർട്ടബിൾ ആണ്. എനിക്ക് നല്ല ഇഷ്ടമായത്. ഇതിന്റെ റേറ്റ് പറയാട്ടോ, ഞാൻ എടുക്കുന്ന സമയത്ത് വെറും 275 രൂപ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ 318 രൂപ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ അല്ല, ഞാൻ എടുത്തത് എല്ലാതും റേറ്റ് കുറയുകയും ചെയ്തു. പക്ഷെ ഇത് മാത്രം റേറ്റ് കൂടിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം മനസ്സിലായില്ലേ, നല്ല ഭംഗിയുള്ള കുർത്തിയാണ്, അതായിരിക്കാം പിന്നെ റേറ്റ് കൂടിയിട്ടുണ്ടാവുക. പക്ഷെ അടിപൊളിയാട്ടോ. 318 ആണെങ്കിലും ഇത് അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ്. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയൽ ആട്ടോ. കോട്ടൺ ബ്ലെൻഡ് ആണ്. അതുകൊണ്ട് കംഫർട്ടബിൾ ആണെന്ന് വെച്ചാൽ നല്ല കംഫർട്ടബിൾ ആണ്. എനിക്ക് മീൻസ് അത്ര ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയില്ല. നല്ല നല്ല ക്ലോത്ത് ആയിട്ട് തന്നെ എനിക്ക് തോന്നിയത് കേട്ടോ, കോട്ടൺ ബ്ലെൻഡ് ആണെങ്കിലും. ഇനി സൈസ് വന്നിട്ട് സ്മോൾ മുതൽ XXL സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പർച്ചേസ്. അടിപൊളിയല്ലേ, എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ.
നെക്സ്റ്റ് കുർത്ത വന്നിട്ട് ഇതാണ്. ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് കുർത്തയാണ് കേട്ടോ. 3 എണ്ണമാണ് എനിക്ക് ഇന്നത്തെ പർച്ചേസിൽ ഏറ്റവും ഇഷ്ടമായത്. ഒന്ന് ആ ഫസ്റ്റ് കാണിച്ച യെല്ലോ, പിന്നെ നേരത്തെ കാണിച്ച ഗ്രീൻ, ഇനി ഇതാണ് എനിക്ക് ഇഷ്ടമായത്. നല്ല ബ്യൂട്ടിഫുൾ ഒരു വെറൈറ്റി കളറായിട്ട് എനിക്ക് തോന്നി. ഈ ഒരു കളറിൽ ഈ ഒരു വൈറ്റ് വർക്ക് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കൈ 3/4 സ്ലീവാണ്. മെറ്റീരിയൽ വന്നിട്ട് ആർട്ട് സിൽക്ക് ആണ്, ഒരു സിൽക്ക് മെറ്റീരിയൽ. അങ്ങനെ ഒന്ന് ഇങ്ങനെ തിളങ്ങി, പണ്ട് ആണുങ്ങൾക്കൊക്കെ ഒരു ഷർട്ട് ഉണ്ടായിരുന്നില്ലേ, ആ ഷർട്ട് പോലത്തെ അങ്ങനെ ഇങ്ങനെ തിളങ്ങുന്ന മീൻസ് ഇങ്ങനെ ഒരു സൈഡ് നോക്കിയ ഒരു കളർ, ഒരു സൈഡ് നോക്കിയ ഒരു കളർ, അങ്ങനത്തെ ഒരു ഷർട്ട് ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു തുണിയാട്ടോ വരുന്നത്. ഇതിന്റെ ആർട്ട് സിൽക്ക് ആണ് ഈ ഒരു മെറ്റീരിയൽ. 246 രൂപയായിട്ടോ ഇതിന്റെ റേറ്റ് കിടക്കുന്നത്. 246 രൂപയ്ക്ക് സൂപ്പർ അഫോർഡബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അടിപൊളിയാട്ടോ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇനി ഇതിന്റെ സൈസ് വന്നിട്ട് സ്മോൾ മുതൽ 5XL വരെ അവൈലബിൾ ആണ്. ഇതൊക്കെ തടിയുള്ളവർക്കൊക്കെ നമുക്ക് തീർച്ചയായിട്ടും വാങ്ങാൻ പറ്റുന്ന ഒരു ഡ്രസ്സാട്ടോ ഇത്. അത്യാവശ്യം നമ്മൾ സെയിം സൈസ് തന്നെ വാങ്ങിയാൽ മതിയായിരിക്കും. അടിപൊളിയാട്ടോ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. നല്ല കളറാണ്, ഒരു വഴുതനങ്ങയുടെ കളറൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു കളറാട്ടോ അത്. നിങ്ങൾക്ക് ലൈറ്റിൽ എത്രത്തോളം ഇതിന് കളർ മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല ഭംഗിയുള്ള കളറാട്ടോ അത്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പർച്ചേസ്. അപ്പൊ ഇത്രയും കാണിച്ചപ്പോൾ നമ്മുടെ കുർത്തകളൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി കാണിക്കാൻ പോകുന്നത് ഒരു ചുരിദാറിന്റെ സെറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഡ്രസ്സ് ടൈപ്പ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഡ്രസ്സ് ടൈപ്പ് കാണാം കേട്ടോ. അനിമൽ പ്രിന്റഡ് ഒരു ഡ്രസ്സാണ് ഇത്. കണ്ടില്ലേ, ഇതിങ്ങനെ ഫുൾ ലെങ്ത്തിൽ വരുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇപ്പോൾ ഇതിന്റെ നമ്മുടെ യോക്കിന്റെ ഭാഗം വരെ മാത്രമേ ലൈനിങ് ഉള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട്, അതായത് ഇങ്ങനെ നെല്ലടിക്കുന്ന പോലത്തെ ഒരു തുണി ഉണ്ടാവില്ല, അപ്പോൾ നമുക്ക് ജീൻസിലേക്കൊക്കെ ഇട്ട് നല്ല ഭംഗിയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതെനിക്ക് പേഴ്സണലി ഇഷ്ടമായി. പക്ഷെ ഇതെനിക്ക് കുറച്ച് ലൂസാണ് കേട്ടോ. ഞാൻ XL എടുത്തിട്ടുണ്ടായിരുന്നത്, എന്തോ സൈസ് മാറി ഇട്ടത് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് XL ആയിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് ലൂസാണ്. അപ്പോൾ ഇതിന്റെ തൊട്ട് ചെറിയ സൈസ് ആണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും, അല്ലെങ്കിൽ ഇതൊക്കെ 4 ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും. അനിമൽ പ്രിന്റഡ് ആണ് വരുന്നത്. അതുപോലെ ഫുൾ സ്ലീവ് ആണ് കേട്ടോ വരുന്നത്. പിന്നെ കഴുത്ത് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കെയറിങ് കൊണ്ടുള്ള, ഇവിടുത്തെ വീക്കട്ടൊക്കെ ഉണ്ട്, എന്നാൽ പോലും കുറച്ച് കെയറിങ് കൊണ്ടുള്ള ഒരു കഴുത്താണ് വരുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്ത്, അതായത് യോക്ക് ഭാഗം കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ പ്രിന്റ് വരുന്നുണ്ട്. ഇങ്ങനെ പ്രിന്റ് അല്ല, എന്താ പറയുക, ഫ്രിൽസ് വരുന്നുണ്ട് കേട്ടോ, ഫ്രിൽസ് വരുന്നുണ്ട്. ഇതിന്റെ റേറ്റും 282 രൂപയുള്ളൂ കേട്ടോ. അപ്പൊ ഞാനിന്ന് കാണിക്കുന്ന എല്ലാ ഡ്രസ്സുകളും 300 ബിലോ ആണ് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ ഓഫീസ് വെയർ ആയിട്ടോ അല്ലെങ്കിൽ കോളേജ് വെയർ ആയിട്ടോ ഒക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സുകളാട്ടോ. എല്ലാം അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ ഇന്ന് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 282 രൂപ കേട്ടോ ഇതിന് റേറ്റ് വരുന്നത്. അനിമൽ പ്രിന്റഡ് ഡ്രസ്സാണിത്. മെറ്റീരിയൽ വന്നിട്ട് ജോർജറ്റ് മെറ്റീരിയൽ ആട്ടോ. സൈസ് അതേപോലെ തന്നെ XS, അതായത് എക്സ്ട്രാ സ്മോൾ മുതൽ XXL സൈസ് വരെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നല്ലതാണ്, എനിക്ക് ഇഷ്ടമായിട്ടോ, നല്ല ഭംഗിയുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അനിമൽ പ്രിന്റഡ് ഡ്രസ്സ് നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഒരു ടോപ്പ് പാൻറ് ഷോളുള്ള ഒരു സെറ്റാണ്, ചുരിദാറിൻ്റെ സെറ്റാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ടോപ്പ് വന്നിട്ട്. നമുക്കിത് നോർമലായിട്ട് കുർത്തയായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഷോളും പാൻറ്റൊന്നും ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ടോപ്പ് വന്നിട്ട്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലെ 3 ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കഴുത്ത് റൗണ്ട് നെക്കാണ് വരുന്നത്. പിന്നെ കൈ വന്നിട്ട് ഫുൾ സ്ലീവ് ആണ് കേട്ടോ. 3/4 അല്ല, 3/4 കുറച്ചും കൂടി നീളം കൂടുതലാണ് ഇത്. ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് എന്താ ഒരു റെയിൻബോ കളർ ഉണ്ടല്ലോ, ആ ഒരു കളറാട്ടോ. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന കളർ ആയിരിക്കില്ല, കുറച്ചും കൂടി ഡാർക്ക് കളറാണ് കേട്ടോ നേരിട്ട് കാണുന്ന സമയത്ത് എനിക്ക് അങ്ങനെ തോന്നുന്നത്. പിന്നെ അതേപോലെ തന്നെ അതിലൊരു പാൻറ് വരുന്നുണ്ട്, ഇതുപോലത്തെ ഒരു പാൻറ് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ എന്താ കണ്ടില്ലേ, ഇങ്ങനെ ബട്ടൺസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു പാൻറ് വരുന്നുണ്ട്. കോട്ടൺ ആട്ടോ പാൻറ് തോന്നുന്നു. ഞാൻ മെറ്റീരിയൽ ഏതാ നോക്കിയിട്ട് പറയാം. അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു ഷോൾ വരുന്നുണ്ട്. എല്ലാം ഒരു റെയിൻബോ തീമിലുള്ള ഷോളാണ്. ഈ ഷോൾ ഒരു ഗ്രീൻ കളറാണ് കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് വെച്ചെങ്കിൽ ടോപ്പിൽ ഒരു പിങ്ക് കളറാട്ടോ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്രയും കാണിച്ച കുർത്തകളൊക്കെ 200, 250, 280 ആ റേഞ്ചിലല്ല ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ പാൻറ് ഉണ്ട്, ഷോൾ ഉണ്ട്, ടോപ്പ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിന് ഒരു 300ന്റെ മേലേക്ക് ഉണ്ടാവും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് തെറ്റി ഗൈസ്, വെറും 282 രൂപയുള്ളൂ ഇതിന്. 282 രൂപയ്ക്ക് സൂപ്പർ അഫോർഡബിൾ ആണ്. കാരണം നമ്മളൊരു ചുരിദാർ വാങ്ങി സ്റ്റിച്ച് ചെയ്യാൻ പോലും ഇവിടെ 300-400 രൂപയ്ക്കാണ്. അപ്പോൾ ഫുള്ള് ഒരു ചുരിദാർ മൊത്തം പാൻറ് ഷോള് ടോപ്പ് ഒക്കെ ആയിട്ട് കിട്ടുമ്പോൾ 282 രൂപയ്ക്ക് ഭയങ്കര ലാഭമാണ് കേട്ടോ. ഇനി ഞാൻ വാങ്ങിയിട്ടുള്ള സൈസ് ലാർജ് ആണ്. ഇതിന്റെ സൈസുകൾ സ്മോൾ മുതൽ XXL വരെ സൈസുകൾ അവൈലബിൾ ആണ് ഇതിന്റെ. അപ്പോൾ ഇതിന്റെ ഫാബ്രിക് വന്നിട്ട് ചന്തേരി കോട്ടൺ ആണ്. കോട്ടൺ ആയതുകൊണ്ട് നല്ല കംഫർട്ടബിൾ ആണ്, എനിക്ക് സുഖമായിട്ട് തോന്നുന്നു കേട്ടോ. നമ്മളെ ചൂടുകാലത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മെറ്റീരിയൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇത്രയും ഡ്രസ്സുകളാണ് നമ്മൾ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 5-6 കുർത്ത ഉണ്ട്, അതുപോലെ ഒരു ഡ്രസ്സ് ഉണ്ട്, പിന്നെ ഒരു ചുരിദാർ ഫുൾ സെറ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ
ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റീൽസ് വീഡിയോ ഒക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ കറക്റ്റായിട്ട് എന്താ പറയുക അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്തിട്ട് കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലോസപ്പിൽ കാണുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ നോക്കി നോക്കുക കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഇത്രയും ഡ്രസ്സ് വാങ്ങിയില്ല. ഇതെല്ലാം എനിക്ക് വാങ്ങിയിട്ടും 2000 അത്രേ ആയിട്ടുള്ളൂ. 2000 രൂപയ്ക്കാണ് ഞാൻ ഇത്രയും ഡ്രസ്സുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഓഫീസ് വെയർ ആയിട്ടും കോളേജ് വെയർ ആയിട്ടൊക്കെ നിങ്ങൾ ഡ്രസ്സുകൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ ടൈപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങി നോക്കൂ കേട്ടോ. നല്ല രസമുള്ളതാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ മീഷോ ഹോളൊക്കെ ചെയ്യുമ്പോൾ ഏത് ടൈപ്പ് ഡ്രസ്സുകളാണ് വാങ്ങേണ്ടത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണട്ടോ. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനി വരും. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, ലവ് യു ആൾ, ബൈ.